സിനിമ ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടവരുടെ അഭിപ്രായം പറ. എന്നാൽ പിന്നെ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ കണ്ടിട്ടില്ല, കാണാതെ എങ്ങനെയാണ് പറയുക. പിന്നെ MD രമേശ് പറഞ്ഞു സിനിമയാണ്, അത് കാണണം. അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് കാണണം എന്നാണ് രണ്ടുപേരും പറഞ്ഞത്. അതല്ലാതെ ഒന്നും എനിക്കറിയില്ല. സിനിമ കാണുമല്ലോ, അതിനെന്താ കുഴപ്പം? നിങ്ങൾ കാണണം. ഇതെന്തൊരു കഷ്ടമായത്. ഈ ഇത്രയും വലിയ ഹൈപ്പ് വന്ന ഒരു സിനിമ പത്രപ്രവർത്തകർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറ്റുമെന്ന്? നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്? ആ അല്ലെങ്കിൽ ഇതുവല്ലവരും കാണുമോ? അല്ലെങ്കിൽ സിനിമ കാണുമോ? എതിർപ്പില്ലെങ്കിലേ ഇത് കാണണമല്ലോ ആൾക്കാർ. അതിനുവേണ്ടി പറയുന്നു. അത് ആക്ഷേപമല്ലല്ലോ, അത് സിനിമയുടെ അങ്ങനെയാണല്ലോ. സിനിമയൊക്കെ പ്രചരിപ്പിക്കുന്നത് തന്നെയാണല്ലോ. നല്ലതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുമോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നല്ലതാണെന്ന് പറഞ്ഞാൽ ചീത്തയാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കാണും. അതിനുവേണ്ട, അതുകൊണ്ട് നിങ്ങൾ പോയി കാണണം. നിങ്ങൾ കാണണം. അതല്ല രമേശ് പറഞ്ഞതല്ലേ? രമേശ് പറഞ്ഞതാണ് പാർട്ടിയുടെ നയം. അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തു. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നമ്മുടെ മോഹൻലാൽ വില്ലനായിട്ടല്ലേ വന്നത്? ഇത്രയും ഉയർത്തി വന്നത് അതിന് ശേഷമല്ലേ? നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത്. മനസ്സിലായില്ല? അത്രയേ ഉള്ളൂ. അല്ല, നെഗറ്റീവെന്ന് തുടങ്ങിയാലേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു തുടക്കമാണ്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJPയെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ളതാണ്. ഉയരത്തിൽ അതിനെന്താ സംശയം? നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എതിർത്തോ? അവിടെ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞു? ഏതെങ്കിലും പത്രക്കാരോട് പറഞ്ഞോ? കേട്ടാരെങ്കിലും? ഈ സിനിമ കാണാത്ത ആൾക്കാരോട് എന്ത് പറയാൻ? എന്തൊരു കഷ്ടമെന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും പോയി പടം കാണണം. അതിനുശേഷം ചോദ്യം ചോദിക്കാവുള്ളൂ. ടിക്കറ്റ് തന്നിട്ടാണ്. കാരണം ഇത് എല്ലാ വീടുകളിലും BJPയെ പറ്റി ചർച്ച ചെയ്യണം. അത് ചെയ്യല്ലേ? കാണുന്നവരെല്ലാം ചർച്ച ചെയ്യല്ലേ? ഇങ്ങനെ എല്ലാ വീടുകളിലും BJPയെ പറ്റി ചർച്ച ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ചർച്ച ചെയ്യട്ടെ. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. BJP കുതിച്ചു വരും എന്നാണ് പറഞ്ഞത്. ഈ നരേന്ദ്രമോദിയെ പറ്റി നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ 2000-ൻ്റെ ആദ്യ വർഷങ്ങളിൽ നരേന്ദ്രമോദിയെ പറ്റി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഉയരത്തിലെത്തുമായിരുന്നു നരേന്ദ്രമോദി. അപ്പോൾ അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് BJP അതിനുവേണ്ടിയുള്ളൊരു പാതയായിട്ട് എല്ലാ വീടുകളിലും എമ്പുരാനെ പറ്റി ചർച്ച ചെയ്ത് എങ്ങനെയാണോ മോഹൻലാൽ മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത്, അതേപോലെ BJP ഉയരും. MD രമേശ് പറഞ്ഞു, അത് പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തു. അണികൾ നിങ്ങളല്ലേ എഴുതുന്നത്? അണികളെന്ന് പറഞ്ഞ ആരാ പറഞ്ഞു? അല്ലെന്നേ, ശാന്തോ? അതൊക്കെ ഓരോ പേര് വെച്ച് നിങ്ങൾ തന്നെ ചെയ്യുന്നതല്ലേ? നിങ്ങളിപ്പോൾ പറഞ്ഞു സുരേന്ദ്രൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ സൃഷ്ടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് സുരേന്ദ്രൻ പറഞ്ഞു. സുരേന്ദ്രൻ എങ്ങും പറഞ്ഞില്ല. അപ്പോൾ അതുപോലെയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, MD രമേശ് പറഞ്ഞു, സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തു, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് ഉയർന്നതുപോലെ BJP ഉയരും അടുത്ത ഇലക്ഷനിൽ. ഓക്കെ.